ഞാനിതിനെ കാണുന്നത് രണ്ട് കാലിലും മന്തുള്ളവൻ ഒരു കാലിലും മന്തുള്ളവനെ മന്ദ എന്ന് വിളിക്കുന്ന പോലെയാണ്. ഇവിടെ മിസ്റ്റർ ഉദയഭാനു പറഞ്ഞ ഒന്നും ശരിയല്ല. വിമോചന സമരത്തെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വക്കാലത്തെടുക്കുന്ന ഒരു അഭിഭാഷകനാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ കേരളത്തിന്റെ ഫെഡറൽ സ്ട്രക്ചറിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തുവാൻ ബി.ജെ.പി ആഗ്രഹിക്കുന്നു. കണ്ണൂര് പ്രശ്നങ്ങളുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയും ബി.ജെ.പിയും പരസ്പരം ആക്രമിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളെ ആക്രമിക്കുന്നുണ്ട്, ബി.ജെ.പി ഞങ്ങളെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു ആർട്ടിക്കിൾ 356 ഉപയോഗിക്കത്തക്ക രീതിയിലോ സായുധ സേനയുടെ പ്രത്യേകാധികാര നിയമം ഇവിടെ കൊണ്ടുവരുന്നതിനോ ഉള്ള ഒരു സാഹചര്യവും ഇന്ന് കേരളത്തിലില്ല. ഇത് രാഷ്ട്രീയപരമായി ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ആദ്യം ഇത് നടത്തേണ്ടത് ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. നാളെ പെരുന്നാളാണ്. ഹരിയാനയിൽ എല്ലാ ഹോട്ടലുകളും റെയ്ഡ് ചെയ്യാണ്. ബീഫിന്റെ അംശം ഉണ്ടോ എന്ന് നോക്കി. ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാകുന്നു. എത്ര കൊലപാതകങ്ങളും എത്ര പ്രശ്നങ്ങളും ദളിത് പീഡനങ്ങളും ന്യൂനപക്ഷ പീഡനങ്ങളും ഇന്ത്യയിൽ നടക്കുന്നു. അതൊക്കെ നടന്ന് അതിനെ മുഴുവൻ ന്യായീകരിക്കുന്ന അമിത്ഷായുടെ ഒരു സംഘം അമിത്ഷാ പറഞ്ഞ് ഇവിടെ വരുന്നതിനോട് ഒരു യോജിപ്പില്ല. നമുക്കൊന്നും അതിനെ അംഗീകരിക്കാൻ അതായത് കേരളത്തിൽ ക്രമസമാധാനം ഭംഗിയായി കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിനും കേരള പോലീസിനും കഴിയുന്നുണ്ട്. അതിനാൽ തൽക്കാലം ബി.ജെ.പിയുടെ ഈ ആവശ്യം അംഗീകരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ബി.ജെ.പിക്കെതിരെ അക്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നില്ല. ഇങ്ങനെ ഒരു അക്രമത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അമിത്ഷാ ഇന്നലെ നിയോഗിച്ച 5 അംഗ സംഘം ഇങ്ങോട്ട് വരേണ്ടതില്ല. ഇതാണോ കോൺഗ്രസിന്റെ നിലപാട്? അതല്ല മഞ്ജുഷ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവിടെ അക്രമങ്ങൾ നടക്കുന്നുണ്ട്, കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, പോലീസ് പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നുണ്ട്, പഴയ സെൽഭരണത്തിന്റെ ആവർത്തനത്തിന്റെ രൂപങ്ങളും കാണുന്നുണ്ട്. പക്ഷേ കേന്ദ്ര ഇടപെടൽ ഇത് ആരെ ഏൽപ്പിക്കണം? നരേന്ദ്രമോദി ഏൽപ്പിക്കാനോ? അമിത്ഷായെ കേരളത്തിൽ ഏൽപ്പിക്കാൻ പറ്റുമോ? ആ കെജ്രിവാൾ വൻപിച്ച ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ട് ഒരു ലഫ്റ്റനന്റ് ഗവർണറെ വെച്ചിട്ട് ബി.ജെ.പി കാണിക്കുന്ന എന്താ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് 1000 കാര്യങ്ങളുണ്ടാവും. അതിനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് ശ്രീ എം എ ഷാനവാസ്, സർക്കാരിനെ പിരിച്ചുവിടുവാനുള്ള ആർട്ടിക്കിൾ 356 പ്രയോഗിക്കുവാനുള്ള ഗൂഢനീക്കം അതിലേക്ക് ബി.ജെ.പി കൊണ്ടെത്തിക്കുകയാണ് എന്നാണ് CPM-ന്റെ ആരോപണം. ഇതിനോട് കോൺഗ്രസ് യോജിക്കുകയാണോ എന്നേ ഉള്ളൂ. ഞാൻ പറയുന്നു, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് രാജ്യം മുഴുവൻ നടക്കുന്നത്. ഏതെങ്കിലും കിട്ടിയാൽ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ കീഴിൽ ഒരു ഫിയർ സൈക്കോസിസ് ഇന്ത്യയിൽ മുഴുവൻ സൃഷ്ടിക്കുന്നു. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന അക്രമങ്ങളുടെ മറവിൽ ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നത് നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിന് എതിരാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ ഇടപെട്ടോട്ടെ ശ്രീ എം എ ഷാനവാസ്, അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ വരണം. താങ്കൾ കട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് വിളിക്കുമ്പോൾ ദയവായി അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ടി ജി മോഹൻദാസ്, പല ആരോപണങ്ങളും വന്നു. അതിലേറ്റവും പ്രധാനം ഓരോ ആരോപണങ്ങളായിട്ട് എടുത്ത് പരിശോധിക്കാം, അതാണ് നല്ലത്. സർക്കാരിനെ പിരിച്ചുവിടുവാനുള്ള ഗൂഢതന്ത്രത്തിലേക്ക് നീങ്ങുകയാണ് ബി.ജെ.പി. അതിനുള്ള തുടക്കം, മുന്നറിയിപ്പ് ഇതാണ് നൽകുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ക്രമസമാധാനം വഷളായി കണ്ണൂരിൽ എന്ന് കാണിച്ചുകൊണ്ടുള്ള ഈ കത്ത്. പ്രത്യേക സംഘം കേരളത്തിലേക്ക് വരുന്നു. ഇത് രണ്ടും ഒരേ സമയം തന്നെ സംഭവിക്കുകയാണ്. 356 എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആശങ്ക സൃഷ്ടിക്കേണ്ട. ശ്രീ CP ഉദയഭാനു രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് വക്കീലായിട്ടൊന്നും മറുപടി പറഞ്ഞേ. ബൊമ്മൈ കേസിന് ശേഷം 356 ഉപയോഗിച്ചൊരു സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പെട്ടെന്നൊന്നും സാധിക്കുന്ന കാര്യമല്ല അത്. അങ്ങനത്തെ ഒരു സ്വപ്നമൊന്നും ബി.ജെ.പിയെ പോലൊരു പാർട്ടി അങ്ങനത്തെ ഒരു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരും അല്ല. 356 ഇതും തമ്മിൽ പ്രശ്നമൊന്നുമില്ല.
ഏതെങ്കിലും ടി വി ചർച്ചയിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദത്തിൽ അത് പറഞ്ഞു കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 356 വകുപ്പ് വെച്ച് പണ്ടത്തെ പോലെ ഗവർണർ ഒരു റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് ഒരു നിയമസഭയെ പിരിച്ചുവിടാൻ സാധിക്കില്ല. ഒരുപാട് ചട്ടങ്ങളും പ്രശ്നങ്ങളും സുപ്രീം കോടതിയൊക്കെ ഇടപെട്ട് അതെല്ലാം സീസ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് ഓൾ ഗോൺ. പിന്നെ 356 എന്ന് പറഞ്ഞ് ആശങ്കപ്പെടുന്നത് ഒരു രാഷ്ട്രീയമായ ആശങ്കയാണ്. അതിലടിസ്ഥാനം ഇല്ല എന്ന് തീർച്ചയായിട്ടും ഉദയഭാനുവിന് അറിയാമെന്ന് എനിക്കും അറിയാം. അത് പോട്ടെ, ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഞാൻ പറയുന്നത് വസ്തുതകളാണെന്ന്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ ഒരു ഹബ്ബായിട്ട് കണ്ണൂർ മാറിയിരിക്കുന്നു. ഈ അഫ്സ്പ വന്നു എന്ന് വിചാരിച്ചിട്ട് പോലീസിനെ അവിടെ നിന്ന് മാറ്റുമൊന്നുമല്ല, എല്ലാം കൂടെ പട്ടാളത്തെ ഏൽപ്പിക്കുകയല്ല. അഫ്സ്പയിൽ എഴുതിയിരിക്കുന്നത് തന്നെ ടു അസിസ്റ്റ് ദ സ്റ്റേറ്റ് പോലീസ്. ഇതാണ് കേന്ദ്രസേനയുടെ. അതും പട്ടാളം എന്ന് നമ്മൾ പറയുമ്പോൾ CRPF ആകാം, BSF ആകാം, ആർമി ആകാം. ഇതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഇതേ കാര്യം ചെയ്യാൻ ഗവർണർക്കും അധികാരമുണ്ട്, സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ. ദേ ക്യാൻ റിക്വസിഷൻ ദ ഫോഴ്സ്. ഗവർണർക്ക് ഡിസ്റ്റർബ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാം. ഇതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേന്ദ്രത്തിന് മാത്രം കയ്യിലുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും പേടിപ്പിക്കാനുള്ളതോ എന്ന് വിചാരിക്കേണ്ട. ഞാൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യവും കശ്മീരിന്റെ കാര്യവുമാണ്. 1958 ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയതാണല്ലോ നിയമം, അന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി. അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുരയിൽ പിന്നീട് പിൻവലിച്ചു. അരുണാചൽ പ്രദേശിൽ തുടരുന്നു. കശ്മീരിൽ 1990 മുതൽ നടപ്പിലാക്കി വരുന്നു. ഈ ആശങ്കയാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നു അത് കണ്ണൂരിലും സംഭവിക്കില്ലേ എന്ന്. മഞ്ജുഷ് നോക്കൂ, അവിടുത്തെ ഇവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും ഞാനത് പറയാം. ഇപ്പോൾ ഇറോം ശർമിളയുടെ കാര്യം പറഞ്ഞല്ലോ. അഫ്സ്പ പിൻവലിച്ചുകൊണ്ടാണോ ഇറോം ശർമിള സമരം നിർത്തിയത്? ഇല്ല, അർത്ഥശൂന്യമായ ഒരു സമരമാണെന്ന് അവർക്ക് ബോധ്യം വന്നു. ബോധ്യം വരാൻ അല്പം താമസിച്ചു, അവർ നിർത്തി. ഇതല്ലേ ഇതിൻ്റെ സത്യാവസ്ഥ. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അഫ്സ്പ കൊണ്ടുവന്നത് BJP ഒന്നും അല്ലല്ലോ. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി ഇവരൊക്കെയല്ലേ കൊണ്ടുവന്നത്. രാജീവ് ഗാന്ധിയാണ് പഞ്ചാബിൽ അഫ്സ്പ കൊണ്ടുവന്നത്. 97-ൽ നരസിംഹറാവു ഉള്ളപ്പോഴാണ് പഞ്ചാബിലെ അഫ്സ്പ പിൻവലിക്കുന്നത്. രണ്ടും ചെയ്തത് കോൺഗ്രസ് തന്നെയാണ്, BJP ഒന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ വേറൊരു മണ്ടത്തരം കാണിക്കുന്നത് ഞാൻ പറയട്ടെ. കൊച്ചി വല്ലാർപാടം ടെർമിനൽ, വിഴിഞ്ഞത്ത് ടെർമിനൽ വന്നിട്ടുമില്ല. അതിനു മുമ്പ് തന്നെ എല്ലാവരും കൂടെ ബഹളം കൂട്ടിയിട്ട് കബോട്ടാഷ് നിയമം ഇളവ് ചെയ്യണമെന്ന് പറഞ്ഞ് ബഹളമായി. എന്താ കബോട്ടാഷ് നിയമം? രാജ്യസുരക്ഷയെ ബാധിക്കുന്നൊരു നിയമമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കേരളം ഒരു അതിർത്തി സംസ്ഥാനവും കൂടിയാണ്. അതിർത്തി എന്ന് പറഞ്ഞാൽ വടക്കുള്ള സ്ഥാനം മാത്രമല്ല, കടലും അതിർത്തിയാണ്. അതിർത്തി കടന്നിട്ട് അൺഐഡൻറ്റിഫൈഡ് കപ്പലുകൾക്ക് വരാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കലാണ് കബോട്ടാഷ് നിയമം ഇളവ് ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെ എല്ലാവരും കൂടെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. രാജ്യസ്നേഹത്തിൻ്റെ ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനെ രാഷ്ട്രീയം കൊണ്ടുവന്നിട്ട് അതിൻ്റെയും വാ മൂടി കെട്ടുക. കഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ രാഷ്ട്രനന്മയെ കരുതിയാണ് ഞാൻ എഴുതിയിരിക്കുന്നതെല്ലാം. അതിൽ ആ വരികൾ വെട്ടിക്കളഞ്ഞാൽ പോലും എന്റെ കേസ് നിലനിൽക്കില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും കാശ്മീരിലെയും സ്ഥിതിഗതികളും കേരളത്തിലെ സ്ഥിതിഗതികളും കണ്ണൂരിലെ സ്ഥിതിഗതികളും തമ്മിൽ വ്യത്യാസമുള്ളതാണ് എന്ന്. അപ്പോൾ പിന്നെ ഈ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന ഈ നിയമം എന്തിന് കണ്ണൂരിൽ നടപ്പിലാക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നു. മാത്രമല്ല ശ്രീ A റഹീം ചൂണ്ടിക്കാണിച്ചത് താങ്കൾ ഈ 2015-ലെ 737 കേസുകളുടെ കാര്യവും പിന്നീട് വ്യാജ കറൻസികൾക്ക് ചൈനീസ് ബന്ധമുണ്ട് എന്ന കാര്യവുമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പിന്നെ വ്യാജ കറൻസികൾ പിടിച്ചെടുത്തു 11 തവണ കേരളത്തിൽ നിന്ന്. പിന്നെ എടക്കാട് പോലീസ് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത 2012-ലെ കേസ് അത് NIA പിന്നീട് അന്വേഷിക്കുകയും 13 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇക്കാര്യങ്ങളാണ്. പിന്നെ ഭീകര പ്രവർത്തന ക്യാമ്പുകൾ നടക്കാറുണ്ട് റിക്രൂട്ട്മെന്റിന് വേണ്ടി, യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്നൊക്കെ. ഇത്തരം കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശ്രീ CP ഉദയഭാനു പറഞ്ഞത് ഇതെല്ലാം കേരള പോലീസിന് അന്വേഷിക്കാവുന്നതും അവർ പലതവണയായി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുമായ കേസുകളല്ലേ എന്നാണ്. ഇപ്പോൾ NIA-യുടെ കേസ് തന്നെയാണെങ്കിൽ NIA അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഇക്കാര്യം. NIA അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കാര്യം. പക്ഷേ അതിന് ശേഷവും തീവ്രവാദികളെ അവിടെ നിന്ന് പിടികൂടുകയുണ്ടായി. നിരന്തരം ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നു. നിരന്തരം ബോംബ് എക്സ്പ്ലോഷൻ നടക്കുന്നു. ഉത്തരവാദിയില്ല. ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനല്ല, ഇല്ല അവനാണെന്ന് പറയുന്നു. അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻ നടക്കുന്നു. 2 നില കെട്ടിടം റിപ്ഡ് ഓപ്പൺ സ്ഫോടനത്തിൽ. ആളപായമില്ല, കെട്ടിടത്തിനുള്ളിൽ ആരുമില്ല. ആര് വെച്ചു ബോംബ് ആർക്കും അറിയില്ല. പോലീസ് സ്റ്റേഷന് നേർക്ക് ബോംബ് എറിഞ്ഞു, ഉത്തരവാദിയില്ല. എത്ര കാലം ഇതിങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ പോലീസ് പത്രക്കാരോട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വീണ്ടും സപ്ലിമെൻ്ററി ആയിട്ട് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ദേ ഹാവ് പ്ലീഡഡ് ഹെൽപ്ലെസ്നെസ്. ഞങ്ങൾക്ക് മതിയായി, കണ്ണൂർ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. ആ അവസ്ഥയായി കഴിഞ്ഞു കണ്ണൂർ. ഞാൻ പറയുന്നത്
എന്തുകൊണ്ടാണ് CP ഉദയഭാനു വളരെ നിസ്സാരമായിട്ട് റയട്ട് എന്ന് പറഞ്ഞാൽ ബസ്സിലെ ഒരു ഉന്തും തള്ളുമായിട്ട്, ഇന്ത്യയിൽ എല്ലായിടത്തും ബസ്സും ഉന്തും തള്ളും ഒക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം റേറ്റ് ആണ് 737 ഈ റയട്ടിൻ്റെ, അല്ല കേരളത്തിലെ അല്ല ഞാൻ ഈ പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിഗർ ആണത്. കണ്ണൂർ മാത്രം എടുത്തുകൊണ്ട് ക്രൈം അഗൈൻസ്റ്റ് വിമൻ, അതിന് മുന്നിൽ നിൽക്കുന്ന പട്ടണങ്ങളുണ്ട്, താങ്കൾ ഉദ്ദേശിക്കുന്നത് മോഷണത്തിൽ മുമ്പിൽ നിൽക്കുന്ന ടൗണുകളുണ്ട്. സത്യമാണെന്ന് വിചാരിക്കും. എന്താ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയുന്നത് ഈ ഒരു പ്രത്യേക ക്രൈമിൽ കണ്ണൂർ മുമ്പിൽ നിൽക്കുന്നു. ലഹള, തീവ്രവാദം, കള്ളനോട്ട്, ബോംബ് ഭീഷണി, സ്റ്റേറ്റിനെതിരെ പോലീസ് സ്റ്റേഷന് ബോംബെറിയുക, ഇത്തരം കാര്യങ്ങളിലെല്ലാം മുമ്പിൽ നിൽക്കുന്നു. അത് കൂടാതെയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ 2013 വരെ, 2002 മുതൽ 2013 വരെ എടുത്താൽ 92ആണ്. അതിനുശേഷമുള്ള കണക്കെനിക്ക് ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ 92ൽ 35 കണ്ണൂരാണ്, 26 രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂർ നിൽക്കുന്നു. മോശമൊന്നുമല്ല തൃശ്ശൂരും. എന്താ സംഭവിക്കുന്നത് കേരളത്തിൽ? അത് ഗുജറാത്തിലെയും ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും തൊട്ടപ്പുറത്ത് കർണാടക ഇവിടെ ഒന്നും കണ്ടില്ല. അങ്ങ് ഇത് മാത്രം എന്താ നോക്കി അങ്ങയുടെ കണ്ണാടി മാത്രമേ പറഞ്ഞോളൂ. റഹീം,